അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ തന്നെ നേരം വെളുത്തു. ഇന്നാണെങ്കിൽ നമ്മൾ ബൾക്കിംഗ് ചലഞ്ചിന്റെ ഡേ 1 ഓഫ് 100 ആണ്. ഓക്കെ, അപ്പോൾ ജിമ്മ് പോകണം. ആദ്യം ജിമ്മ് പോകണമെങ്കിൽ മുന്നേ എന്തെങ്കിലും ഒന്ന് തിന്നണമല്ലോ. അതിന് മുന്നേ ജസ്റ്റ് 9 മുട്ട ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് തിന്നാനേ. എന്നിട്ട് നേരെ ഒരു പയം നിന്നുകൊണ്ട് വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്ത് ജിമ്മിലെത്തി. ഇങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്ത് വെയിറ്റ് നോക്കി 60 kg ഉണ്ട്. നമുക്ക് 75 kg ആക്കണം എന്ന് വെച്ചാൽ 15 kg ഗെയിൻ ചെയ്യണം. അതാണ് നമ്മളെ ചലഞ്ച്. 100 റൈസ് കൊണ്ട് അത്രയും നമ്മൾ ഗെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ 9 മുട്ട കാണാൻ പറ്റും. പിന്നെ ഒരു ഷെയ്ക്കും ഉണ്ട്. 9 മുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ 6 കഴിക്കുള്ളൂ. ബാക്കി 3 2 hours കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ജിമ്മ് കഴിഞ്ഞ് വന്ന ഉടനെ ഉള്ള മീല്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞു അടുത്ത മീലില്ല. ഒരു ബനാന, പിന്നെ അതേപോലെ തന്നെ 3 എഗ് വൈറ്റ്, 4 സൈസ് ഹോൾ വീറ്റ് ബ്രെഡ് ഉണ്ട്. അപ്പോൾ 3 എഗ് വൈറ്റ് ഉണ്ട്. നമ്മുടെ പീനട്ട് ബട്ടറാണ് തേച്ചേക്കുന്നത് ബ്രെഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മീല്. അങ്ങനെ പിന്നെ ഈ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി. അങ്ങനെ ഉച്ചക്കത്തെ മീല് ഞാൻ എന്ത് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് 3 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കാണ്ട് ഒരു ദിവസം. പിന്നെ വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തെ മീലാണ് ഈ കാണുന്നത്. 100 ഗ്രാം സോയാബീനും 200 ഗ്രാം പൊട്ടാറ്റോയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ റൈസ് കഴിക്കലെന്ന് സാധാരണ ഞാൻ റൈസ് കഴിച്ചില്ല. ഓക്കെ, അതിലാവട്ടെ. അങ്ങനെ വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞു നൈറ്റ് ഒരു ഷെയ്ക്ക് കുടിച്ചു. പിന്നെ ഇന്നത്തെ കലോറി ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് 2755 കലോറി ആയിരുന്നു. 3300 നമ്മുടെ ടാർഗറ്റ്. കുഴപ്പമില്ല, ഞാൻ നോർമലി ഡയറ്റ് ഫോളോ ചെയ്യാത്തപ്പോൾ 2000 കലോറി മാത്രമേ കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ തന്നെ 800 കലോറി ഏറാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യും. അങ്ങനെ 100 ഡേയ്സിൽ 1 ഡേ കഴിഞ്ഞു.